നോക്കിയാൽ നമ്മൾ ഇത്രയും തക്കാളി നമ്മളിതാ പൊട്ടിച്ചെടുത്തോണ്ട് എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. കാരണം പക്ഷെ ഇത്ര അടുപ്പുള്ളൊരു ചേച്ചി എന്നോട് അത് ചോദിച്ചുല്ലോ. ഒന്നിനുണ്ട് കൺമണിക്കുട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ. നമ്മൾ ചീരും കൂടി അരിയുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയോട്ടാ നോക്കിക്കോട്ടെ പൊന്നോ. ഇത് ഇവിടെ അടിച്ചു മാറ്റേ ദൂരെ കേടാന്ന് അറിയപ്പോ കാറ്റായപ്പോളേ നമുക്ക് ഇവിടെ മഴ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വീണ ചവറുകളൊക്കെ ഇങ്ങനെ ഫുള്ള് പിടിക്ക് പരക്കും. ഇതാ അതെ, ഞാൻ അങ്ങോട്ട് നടന്ന് വരുന്ന സമയത്ത് ഒരു പൊന്നാടി കണ്ടു. നല്ല ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ സിംബേനെ നോക്കേ. എത്ര വട്ടായി കൺമണി ഇവിടുന്ന് താങ്ങി പിടിച്ച് അവിടെ കൊണ്ടിരുത്തും. അവൻ അതിനേക്കാൾ സ്പീഡിലും ഇങ്ങോട്ട് പോകും. അടുത്തത് അത് വലിയ അപ്പൊ പൊന്നാടിയാ. നമ്മുടെ നിങ്ങൾക്കുള്ള കൊണ്ടുവരും. നമ്മൾ പറമ്പിൽ ഇറങ്ങുമ്പോഴേക്കും അവർ ഓർമ്മപ്പെടുത്തി തുടങ്ങി നമ്മളെ വിളിച്ചിട്ട്. ഇതേ നമ്മൾ ഫിഷ് ടാങ്കിലത്തെ വെള്ളം തുറന്നു വിട്ട് നോക്കാട്ടാ ഇവരെ കടക്കിലേക്ക്. ഞാനുണ്ടല്ലോ നമ്മുടെ പുതിയതായിട്ട് ഉണ്ടാവണ പടവലങ്ങ കേട്ടത്. അപ്പോൾ ഈ പടവലങ്ങ ഒരെണ്ണം പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കവറിടാനൊന്നും നിന്നില്ല. കാരണം നമ്മുടെ ഈ പടവലം അധികം അങ്ങോട്ട് വലുതാവാത്തൊരു ടൈപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഒരെണ്ണക്കല്ലേ ഉള്ളൂ, അപ്പോൾ അത് വേഗം പൊട്ടിച്ചെടുക്കാന്ന് വെച്ചു. ഇനി കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കവർ ഇടണം കേട്ടാ. കണ്ടത് ഇപ്പോൾ ഇതേ ഓരോ എക്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദേ ഇവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു പടവലാണ്. പക്ഷെ ഈ ഒരു പടവലം മാത്രമല്ല കേട്ടോ, നമ്മൾ ചീരും കൂടി അരിയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനേ നോക്കി നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ, അതായത് ഗോൾഡൻ ബെറി എന്നും പറയൂട്ടാ. പുറത്തൊക്കെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ട നിറച്ച് കായാണ് ഉണ്ടായി നിൽക്കുന്നത്. ഇപ്പോൾ നല്ല എന്താ പറയുക, ഭയങ്കര വിലപിടിപ്പുള്ളതൊക്കെയാണ് മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് ഇതിന് വില. അതുമാത്രമല്ല നമ്മുടെ കഴിക്കുകയുള്ളൂ നല്ലത് തന്നെയാട്ടോ. ഞാനൊരു ഷോർട്ടിൽ കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കടകൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ തൈകൾ മുളയ്ക്കുന്നുണ്ട് ഇങ്ങനത്തെ. അപ്പം ഇനി നമുക്ക് ചീരും കൂടി അരിയണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് ഫുള്ള് തന്നെ മുളച്ചിട്ടുള്ള ചീരകളാട്ടാ. അപ്പം ഞാനേ അവിടെ ഒരു വലിയൊരു കടയുണ്ട്, ചീരക്കട. നമ്മൾ ഇന്നാൾ ഷോർട്ടിൽ ആ ചീരക്കട കാണിച്ചിട്ടായിരുന്നു. അതുമെന്നാണ് പരിയാൻ പോണത്. നമ്മുടെ ചീര അരിയണേക്കാൾ മുന്നേ നോക്കിയാൽ ഇത് ബജ്ജി മുളക് കേട്ടോ. നമ്മുടെ ഇതേ നല്ല നീളമുണ്ട് കണ്ട. പിന്നെ ഇതാണ് കേട്ടോ ചീര. ഈ ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ചീരനെ ഷോർട്ട് പിടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വലുപ്പവും അതേപോലെ തന്നെ ഇതിൻ്റെ ചില്ലകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഈ ചില്ലകളാണ് നമ്മൾ അരിയണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പടവലങ്ങ ഒറ്റയ്ക്ക് കറി വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതെന്ന് മാത്രമല്ല, എന്ത് പച്ചക്കറി കിട്ടണോ എല്ലാം കൂടിയിട്ടായാലും നമ്മൾ ഒരു മെഴുക്ക് പൊട്ടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ചീര വന്ന് നമ്മൾ അരിയണേ. അല്ലേ എത്ര ചില്ലകളാന്ന് നോക്കിയേ. ഇതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമൊരു 10-20 ചില്ലകളുണ്ട് ഈ ഒരു ചീര കടയുമ്പോൾ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ ചീരക്കടയുടെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നതും ഞൊട്ടാഞ്ഞൊടിയൻ തന്നെയായിട്ടാ കണ്ട. അപ്പോൾ ഇത് തക്കാളി തൈ തന്നെ മുളച്ച് വന്നിട്ടുള്ളതാ ഇടയിൽ ഈ കാണുന്നത്. പിന്നെ മുളകും തൈകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാ കേട്ടാ. അന്നിപ്പോൾ ഈ ചീര കടയപ്പോൾ അറിയണേ. അപ്പോൾ വീണ്ടും ഇത് പൊട്ടിച്ചനുസരിച്ചിട്ട് നല്ലൊരു ഉണ്ടച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ കുറ്റേക്കിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും പതുക്കെ നല്ല പൊടിപ്പ് വന്ന് തുടങ്ങും. നല്ല ഭംഗിൻ്റെ അവിടെ ഞാൻ കാറ്റിത്തരുന്നുണ്ട്. അപ്പോൾ വേണ്ട ഇത്രയും കിട്ടി ഈ ഒരു ചീര കടയുമ്പോൾ. എൻ്റെ കൈ ഒതുങ്ങണില്ല കേട്ടാ പിടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ചീരയും പടവലങ്ങയാണ് എൻ്റെ രാവിലത്തെ ഒരു മെഴുക്ക് പൊട്ടി. ഇനി നമ്മളോട് ഇതേപോലെ വേപ്പിന് എന്താ ചെയ്യാതെ ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേപ്പിന് ചെയ്യണ കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ വേപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ പറയാം. കാരണം പുതിയതായിട്ട് ഇനി കാണുന്നവർക്ക് ഇപ്പോൾ വേപ്പ് നമ്മുടെ അടുത്ത ചിലപ്പോൾ കണ്ടുവന്ന് വരില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാ.
ഇതൊക്കെ നമ്മുടെ ബ്രൊക്കോളിനാട്ടാ. അപ്പം നമ്മുടെ വേപ്പാണിത്. എന്താ നമുക്ക് ഒരു വേപ്പല്ല, നമ്മുടെ ഇവിടെ ഒരു 13 വേപ്പുകളുണ്ട്. എല്ലാ വേപ്പും ഇതേപോലെയാണ്, നന്നായിട്ട് തൂപ്പ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഈ പാചകത്തിലൊക്കെ ഇങ്ങനെ വേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്നത് കണ്ടിട്ടാവണം. കാരണം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വേപ്പിനെ എന്താ ചെയ്യണേന്നുള്ളത് ഞാനൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കാണാത്തവരായിരിക്കും. വേപ്പിന് ചെയ്യണ ഏറ്റവും നല്ല വളം നമുക്ക് തോന്നിയിട്ടുള്ളത് മീനൊക്കെ നന്നാക്കില്ലേ, പ്രത്യേകിച്ച് ചാളാട്ടാ. ചാള നന്നാക്കിയതിൻ്റെ വേസ്റ്റ് നമ്മുടെ വേപ്പും തൈയുടെ കട തൊടാതെ ഇട്ട് കൊടുക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് ചാള മേടിച്ചിട്ട് വെട്ടി നുറുക്കിയിട്ട് ഇവരെ കട തൊടാതെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് വേപ്പ് ഉണ്ടാവാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ വേപ്പിന് നന്നായിട്ട് വെയിലും വേണം കേട്ടാ. നമ്മുടെ ഈ വേപ്പ് വെച്ചിട്ട് 1.5 വർഷമായിട്ടുള്ളൂ കേട്ടാ. ഞാൻ നമ്മുടെ ഈ ഒരു അടുക്കള വശത്തായിട്ട് വെച്ചതാണ്. കാരണം പെട്ടെന്ന് ഓടി വരുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് വേപ്പ് കൊണ്ടുവച്ചത്. പിന്നെ ഒരു കാര്യം കേട്ടോ, എനിക്കൊരു വിഷമമായ ഒരു കാര്യമാണ് ഞാൻ പറയണത്. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരോട് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിനക്ക് ആൺമക്കളല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നതെന്ന്. പക്ഷെ ആ ചോദിച്ചതിന് എനിക്ക് വിഷമില്ല. കാരണം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, എന്തും വരാം. പക്ഷെ ഞാൻ അതൊന്നും ആ വഴിക്ക് എടുക്കില്ല, അത് ആ വഴിക്ക് പോകും. പക്ഷേ ഈ ചോദിച്ച ചേച്ചിയായ കാരണമാണ്. അത് കാരണം എന്താണെന്നറിയോ, ചേച്ചിയുടെ പേര് ലീല രാഘവൻ എന്നാണ്. എന്നോടാണെങ്കിലോ ഹായ് പറയിപ്പിച്ചിട്ടുണ്ട് ചേച്ചി. പിന്നെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിയുണ്ട്, ആദിൻ കൃഷ്ണ. അപ്പോൾ അവന് റീൽസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്നോട് ഹായ് ഒക്കെ പറയിപ്പിച്ചിട്ടുള്ള ചേച്ചിയാണ്, കണ്ടോളോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ ചേച്ചിയാണ് എന്നോട് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഈ ഒരു കാര്യം, അതായത് നിനക്ക് ആൺമക്കളുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്, നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. കാരണം നെഗറ്റീവ് വന്നതുകൊണ്ടല്ല, പക്ഷെ ഇത്ര അടുപ്പുള്ളൊരു ചേച്ചി എന്നോട് അത് ചോദിച്ചുല്ലോ എന്ന്. അപ്പോൾ എന്താണ് ആ ചേച്ചി അങ്ങനെ ചോദിച്ചതെന്നുള്ളൊരു വിഷമമുള്ളോട്ടെ എനിക്ക്. കാരണം നമ്മൾ ഈ കാലത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളെന്നൊന്നുമില്ല, എല്ലാവരും ഓരോപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ ചേച്ചിയുടെ ആ ചോദ്യം എനിക്ക് ഇത്തിരി വിഷമമായി. സാരല്ലേ, പോട്ടെ. എന്തായാലും ഞാൻ ആരോട് ദേഷ്യമൊന്നും കണക്കാക്കണില്ലേ. കാരണം ഹായ് പറയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലിങ്ങനെ ഒന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ കഞ്ഞിക്കളൊക്കെ റെഡിയാക്കാം. നമ്മുടെ പടവലങ്ങയും ചീരയൊക്കെ ഇതാ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് പുട്ടാണ്. അപ്പോൾ ഇതാ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചീനിച്ചട്ടി വെച്ച് നമ്മുടെ പടവലങ്ങ തോര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി കെട്ടിയിട്ട്, പിന്നെ ഞാൻ പടവലങ്ങി ചീര അരിങ്ങണ സമയത്ത് ഞാൻ വിചാരിച്ചത് മെഴുക്ക് പുട്ടിനാക്കണതായിരുന്നു. പക്ഷെ നമ്മുടെ പുട്ടിലേക്ക് വേണ്ടിയിട്ട് 4-5 അരിക്കപ്പളേ തോന്നി വേണ്ട, തോരനാക്കാന്ന് വെച്ചു. കുറച്ച് കൂടുതൽ 4-5 അരിക്ക് എടുത്തു ചെയ്തപ്പോൾ. പുട്ടായിട്ടുണ്ട്, ചീനിച്ചട്ടി കൂടി ഒന്ന് ചൂടാവട്ടെ. പിന്നെ ഇതൊക്കെ പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ എല്ലാ വട്ടം പുട്ടുണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇലകളിട്ട് അടിക്കാറുണ്ട്. എന്നാലും ഒന്നും അടിച്ചില്ലേ, കാരണം നമുക്ക് ചീരയാണല്ലോ തോരൻ പടവലങ്ങയ്ക്ക്. അപ്പോൾ സാധാരണ അരിപ്പുട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കണേ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴേ നമ്മളിത് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ 2 വറ്റമുളക്, അതേപോലെ തന്നെ ഒരു ഇത്തിരിയോളം കറിവേപ്പില. പിന്നെ നമ്മളതിലേക്ക് നേരിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ചീരയും പടവലങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നോക്കിയാൽ പച്ചമുളക്, എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മുന്നേ മൂപ്പിച്ചില്ലേ, കടുകൊന്നും പൊട്ടിക്കേണ്ട ഒപ്പട്ട് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഇത്തിരിയോളം ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും നമ്മൾ മുളകൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടിക്കും ഇങ്ങനെ നേരിട്ട് ഇടുമ്പോൾ, അത് വെളിച്ചെണ്ണയിലേക്ക് ഇടാതെ ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയിലേക്ക് മാത്രമായിട്ട് ഇടുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മൂടി വെക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇതിൽ എന്തായാലും നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ചീരയുടെ ഇലയിലും വെള്ളം ഉണ്ടാവും, അതേപോലെ തന്നെ പടവലങ്ങയിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ തീ നന്നായി കൂട്ടി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അധികം കുഴയാണ്ട് നല്ലൊരു പുലർന്ന് കിട്ടുന്ന പോലെ കിട്ടും. കണ്ട ചീനിച്ചട്ടിയിൽ ഇടുമ്പോൾ നിറച്ചായിരുന്നു. നമ്മൾ ഇളക്കിലേക്ക് വരുമ്പോൾ തന്നെ നോക്കി കുറഞ്ഞു തുടങ്ങി, നന്നായിട്ട് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് എപ്പോഴും കുറച്ചിടാൻ പാടുള്ളൂ. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടെടുക്കാമല്ലോ. നോക്കിയാൽ നമ്മുടെ കട വെന്ത് കിട്ടി ചെയ്തു. ഒരു തരി വെള്ളം ഒന്നുമില്ല. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ചീരത്തോരൻ നോക്കിയാൽ റെഡി. കണ്ട പടവലങ്ങയും ഉടഞ്ഞു പോയിട്ടില്ല. പടവലങ്ങ തന്നെ വെക്കണ വെച്ചാൽ നന്നായിട്ട് ഉടയണ പോലെ തോന്നും. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട ചീരയും ഉടഞ്ഞില്ല പടവലങ്ങയും ഉടഞ്ഞില്ല. നല്ല രസമായിട്ടാ ഇങ്ങനെ വെച്ച് കഴിച്ചാൽ. അപ്പം എൻ്റെ തോരന് റെഡിയായി, ഇവിടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് പുട്ടുണ്ടാക്കാനുള്ള കാരണം ഉണ്ട് കേട്ടോ. എനിക്ക് ഇന്നലത്തെ ചാളക്കറി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ പുട്ടിലേക്ക് പോയത്. എല്ലാം കൂടെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ലോ.
ഇത് നമ്മുടെ തോരൻ. ഇനി നമുക്കേ പഴമുണ്ട്. അപ്പോൾ പൂവും വഴിക്ക് നമ്മുടെ 2 പഴം കൂടി ഒഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടാ. നമ്മുടെ ഇന്നത്തെ പോലെ അടിപൊളി തന്നെയാണ്. ഈ പുട്ടും ചാളക്കറിയില്ലേ, സൂപ്പർ സാധനമാണ് കഴിക്കാൻ. അതൊക്കെ നമ്മൾ കഞ്ഞിയായിരുന്നു ശരിക്കും. ചാളക്കറി ഉള്ളതുകൊണ്ട് അതായി ഈ കാലത്ത് തന്നെ. അതുപോലെ നമ്മുടെ ചീരയും പടവലിയും നോക്കിയേ, പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. ഇങ്ങനത്തെ കോമ്പിനേഷനുകളൊക്കെ വെച്ച് നോക്കിയോളാം, നല്ല രസം കഴിക്കാൻ. എത്ര നേരം പറയേണ്ട വരും അവ അവളുടെ അടുത്ത് തിന്നാനായിട്ട്. ഇപ്പൊ തിന്നെ. അതാ ചക്കൻ കറി തുടങ്ങി. അല്ല തിന്നെ, ചെമ്പോട്ടിലത്തെ പുറത്തേക്ക് ഇറക്കിയതല്ലേ, ഞാൻ മീൻ തിന്നട്ടെ. തിന്നല്ലോ, മീനൊന്ന് കടിച്ചു കിട്ടി. അപ്പൊ ഇനി നമുക്ക് പോവാം, പതുക്കെ തിന്നോളാം. ഇന്ന് നമ്മളുണ്ടല്ലോ അർബാനായിട്ട് പറമ്പിലേക്ക് പോണത് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടാ. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ പൊട്ടിക്കാനായിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ നമ്മുടെ കോളിഫ്ലവർ പൊട്ടിച്ചെടുക്കാട്ടാ. അപ്പൊ നോക്കിയേ, എല്ലാ കോളിഫ്ലവർ തൈമി കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പക്ഷെ 3 കോളിഫ്ലവർ ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കോളിഫ്ലവർ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ എതിരുകളൊക്കെ വിരിഞ്ഞത്. എതിരുകൾ വിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മളിന്ന് പോകുന്നതാണ് കേട്ടോ പൊട്ടിച്ചെടുക്കണേ. നമ്മളെ കടടക്കാണ് മുറിച്ചെടുക്കണേ, കാരണം നമുക്ക് അവിടെ ഈ ഇലകൾ കോഴികൾക്ക് കൊടുക്കാമല്ലോ. നല്ല ബലണേ, നല്ല വലിപ്പുണ്ട്. മൂന്നെണ്ണം നമുക്ക് ആദ്യം കൊണ്ടേക്കാം. കൊണ്ടേക്കാം നമുക്ക്. ഈ ഇലയ്ക്ക് ലാസ്റ്റ് വന്ന് പറക്കൂട്ടെ, ഒറ്റ ഇല ഇവിടെ ഇടില്ലേക്കാണ്. നമ്മുടെ കോഴികൾക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ 2-3 ഇതായിട്ട് എടുത്തോളാം കൊട്ടകള്. അപ്പൊ വലിയ കൊട്ടയില് നമ്മുടെ കോളിഫ്ലവർ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിക്കാൻ പോകും. നമ്മുടെ കുക്കമ്പർ ഇട്ടാന്ന് നോക്കിയേ. ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കുക്കമ്പർ നമുക്ക് എപ്പോഴും പൊട്ടിക്കാൻ കിട്ടുന്ന. കാരണം കണ്ട ദേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവര്. ഇതിങ്ങനെ ഓരോ തണ്ടും ഇങ്ങനെ ഉണ്ടാവും. നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പന്തലിട്ട് കൊടുത്തില്ല കേട്ടോ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പന്തലിടാണ്ടായപ്പോഴേ നോക്കിയ ഒരാൾ കേടായി. ഇതാ ഇത് കൊണ്ടുപോകാൻ നമുക്ക് ഓരോ കഷ്ണം കിട്ടും. പക്ഷെ നോക്കിയാ നല്ല കുക്കമ്പറുകൾ നോക്കിയപ്പെടുത്ത്. ഇപ്പൊ ഈ 3 നമ്മൾ പൊട്ടിക്കുന്നത് കുറച്ച് കുക്കമ്പറായിട്ട്. അതെ, ഓരോ തണ്ടെടുത്താലും ഞാൻ മുന്നിൽ കട്ടിയ നമ്മൾ വേണ്ട കുക്കമ്പറാണ് ഉണ്ടാവണത്. അപ്പൊ ഇത് നമുക്ക് 3 കിട്ടി. ഈ 3 നമ്മൾ ഓരോ ദിവസമായിട്ട് ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത് പൊട്ടിക്കാറാവും നമുക്ക്. അങ്ങനെയാണ്. ഇപ്പൊ ഇത് കേടെന്ന് പറഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടാ. 2-3 ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ എടുക്കാൻ പറ്റും.
ഇന്ന് നമ്മളുണ്ടല്ലോ കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 4 തണ്ട് കൂടി നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. നോക്കിയേ, ഇതാണ് കേട്ടോ നമ്മുടെ സബോള പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചില കടമ ഇതൊക്കെ ഉണ്ട്, ഒരു 5 എണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ തണ്ടുകളൊക്കെ നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ 2 തണ്ട് വേണ്ടോ, അപ്പം ഞാൻ അതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ തണ്ട് എന്ന് പറഞ്ഞാൽ നല്ല നീളവും ഉണ്ട് കേട്ടോ. നോക്കി അവിടെ കൊണ്ടിട്ട് അപ്പോൾ തക്കാളി പൊട്ടില്ല. നമ്മുടെ ശരിക്കും സ്പ്രിംഗ് ഓണിയൻ്റെ ഭംഗി നോക്കിയ എന്തൊരു ഭംഗി പൂവിന്. നമ്മുടെ തക്കാളി നമ്മൾ ഇനിയിപ്പോൾ തക്കാളി പൊട്ടിക്കാൻ പോണ്ടല്ലോ. ആ തക്കാളി ഏതാണ്ട് കഴിയാറായി തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് തക്കാളി തൈകൾ നട്ടിട്ടുള്ളതാട്ടത്. ഇതേ മാവിന്റെ അടിയിലേ ഇപ്പൊ തക്കാളി തൈകൾ നമ്മൾ നട്ടോക്കുന്നത്. കാരണം കുറേ വെയിലിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മാവ് നിറച്ച് പൂവുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പശുക്ക് വീണിട്ട് തക്കാളിയുടെ ഇലക്കൊക്കെ ഒരു ഭംഗിക്കുറവ്, അതുവരെ വളർച്ചേനെ ബാധിക്കുമെന്ന് ഞാൻ അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നിറച്ച് തക്കാളി ആയിട്ട് ഉണ്ടായി നിൽക്കുന്നത്. നമ്മളിങ്ങനെ തക്കാളി നട്ടിട്ട്, അതായത് നമ്മൾ മാവിന്റെ അടിയിലാണ് നമ്മൾ തക്കാളി തൈകൾ നട്ടുകൊടുത്തത്. അതിൽ നമ്മൾ വിജയിച്ചു, നന്നായി തക്കാളി ഉണ്ടായി. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റുപോയി. അതെവിടെയാണെന്നറിയൂ, ഈ മാവിന്റെ ചില്ലകൾ വീണിട്ട് നോക്കിയാൽ കുറച്ച് തക്കാളികളുടെ കൊമ്പൊക്കെ ഒടിഞ്ഞു, നിറച്ച് തക്കാളി ഉണ്ട് കണ്ട, കൊമ്പൊക്കെ ഒടിഞ്ഞു. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. കാരണം നമ്മളിപ്പോൾ ഈ തക്കാളി തൈ നമുക്ക് കുറേ വെയിൽ കിട്ടുന്ന സ്ഥലമൊന്നും നല്ലായിരുന്നു. പക്ഷെ നന്നായി തക്കാളി കിട്ടി. പിന്നെ നമ്മൾ ഈ തക്കാളിക്ക് ചെയ്ത കാര്യങ്ങൾ ചൂടാമണം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്തിരുന്നു കേട്ടാ. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ തക്കാളിയുടെ ഇലയമേലും കണ്ട ഈ മാവിന്റെ പൂവുണ്ടായി തുടങ്ങിയപ്പോഴേ പശ പോലെ വീണിട്ട് ചെടിയുടെ കാണാനുള്ള ഒരു ഭംഗി കുറച്ച് കുറവുണ്ട്. അത് കാരണം ഇങ്ങനെ എന്താ പറയാ, നന്നായിട്ട് ഉണ്ടായി കിട്ടുമെന്ന് അറിയില്ല. അവർക്ക് പഴുത്ത് കിട്ടുന്ന തോന്നണമല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഫോണിൽ ഉണങ്ങിയ ചില്ലകളൊക്കെ ഉണ്ട്, വീടൊന്നും അറിയൂല. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലുള്ള തക്കാളികളൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടാ. എന്ത് രസം നോക്കിയേ കാണാൻ തന്നെ. ഇനി കുറച്ച് നാള് നമ്മുടെ മുളക് പൊട്ടിക്കാൻ വരുന്ന പോലെ, എന്നു പറയണ പോലെ തക്കാളി പൊട്ടിക്കാൻ വരൂട്ടാ. കാരണം നിറച്ച് പച്ചത്തക്കാളികളുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മാവ് ചത്തില്ലെങ്കിൽ, കാരണം മാവിന്റെ ചില്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാവിന്റെ അടിയിൽ നട്ടുകൊടുത്തപ്പോ ഇങ്ങനെ ചില്ല വീഴുന്നുള്ളതേ. അങ്ങനെ വീണില്ല, നശിച്ചില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാൻ വരാം കേട്ടാ. നമ്മുടെ ഈ ഒരു കൊമ്പ് ഒടിഞ്ഞ കേട്ട, ഈ ഒടിഞ്ഞ കൊമ്പ് വന്നിക്കുക മറ്റു തക്കാളിയാ. ഇത്രയും തക്കാളി നമ്മൾ പൊട്ടിക്കുന്നു. ഞാൻ ഇതിപ്പോ ചിലത് നന്നായിട്ട് പഴുക്കാത്തും പൊട്ടിച്ചെടുത്തിട്ട് ചെറിയ യെല്ലോ കളർ മഞ്ഞ കളർ വേണ്ട, അല്ലെങ്കിൽ ഞാൻ പിന്നെ നാളെ ഒരുമിച്ച് ഇത് പഴുത്തിട്ടുണ്ട്. അപ്പൊ അവരും കൂടി പൊട്ടിച്ചെടുക്കും. ഇനി നമുക്ക് കുറച്ച് ചീരയായിട്ട് ഞെരിയാനുള്ളത്, അതുകൊണ്ട് അരിഞ്ഞെടുക്കാം. കുക്കുമ്പറിന്റെ തൽക്കാലം ഇവിടെ വെക്കട്ടെ. ഈ മുറത്തിലേക്ക് വേണം നമ്മൾ ചീര അരിഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ ചീര, ഈ ചീര ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും മുന്നത്തെ വീഡിയോയിലും പല വീഡിയോയിലും കാണിക്കാറുണ്ട്. നമ്മൾ ഉള്ളി നട്ടുകൊടുത്ത്, സവാള നട്ടുകൊടുത്ത്, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ നട്ടതിൻ്റെ ഇടയിൽ അവർ തന്നെ മുളച്ചു വന്നിട്ടുള്ള ചീരത്തൈകളാണ്. ഈ ചീരത്തൈകളാണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും നോക്കി അതേപോലെ തന്നെ പൊട്ടിച്ചെനിക്ക് നന്നായി വന്നിരിക്കട്ടെ. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്
നോക്കിയാൽ ഈ ചീരക്കടയിലേക്ക് നോക്കിയാൽ നമ്മളൊരു ഫസ്റ്റ് വട്ടം അരിഞ്ഞ് എടുത്തിട്ട് പോലും നിങ്ങൾക്ക് വരുന്ന കണ്ട ആരോഗ്യം കണ്ട ഇതിന്റെ ഇതേപോലെ തന്നെയാണ് ആ നിൽക്കണതും ആ നിൽക്കണതും ഒക്കെ കിട്ടാ. ഒരു ചീരക്കടേനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചീരക്കടയിൽ നിന്ന് 8 തണ്ട് 10 തണ്ട് വരെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇലയുടെ വലിപ്പം കണ്ടാലും നമുക്കറിയണ്ട നല്ല ചീരകളാണ്. ഇത്രയും കനുള്ള തണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചള്ള് തണ്ടാണ് കേട്ടാ. കണ്ട ഇപ്പൊ ഒരു ചീരക്കടയുമ്പോ തന്നെ നോക്കിയ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ചള്ള് തണ്ടെന്ന് നമ്മുടെ അവിടെ തൃശ്ശൂര് ഭാഷയാണ് കേട്ടാ. പല സ്ഥലത്ത് ചള്ളെന്ന് പറഞ്ഞ മോശം വാക്കുകളാന്ന് പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. നമ്മൾ നല്ല ഇളം തണ്ടിനെയാണ് ചള്ള് തണ്ട് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ ഒരു ചീരക്കടയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞത്. ഒരു വീട്ടിലേക്ക് ഇഷ്ടം പോലെയാണ് ഒരു കടയുണ്ടായ. ഇങ്ങനെയൊക്കെ അരിയുമ്പോഴല്ലേ കിട്ടുന്ന ഒരു സന്തോഷല്ലേ, അത് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം തോന്നും. നല്ല വെയിലായിട്ടാ, പിന്നെ വെയിലൊന്നും നമ്മൾ നോക്കാറില്ല. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമുക്ക് ചോപ്പുചീര കൂടി അരിയാനുണ്ട് ഇവിടെ. പക്ഷെ ചോപ്പുചീര ശരിക്കും നമ്മുടെ ഇവിടെ അല്ലാട്ടാ, വീട്ടിലത്തെ പറമ്പിലാണ് നമുക്ക് ചോപ്പുചീര നന്നായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ പേളി പാവം കാലത്ത് വന്ന് എടുക്കണത് നമ്മുടെ കൂടെ, അവൾക്ക് വയ്യാണ്ടായില്ല. നിങ്ങൾ എന്റെ പറമ്പിൽ കേറുന്നില്ല, എനിക്ക് വയ്യാണ്ടായാലോ എന്നുള്ള രീതിയിലൊക്കെ എടുക്കണാണ്. ഇവിടെ കുറച്ച് ചോപ്പ് ചീര ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എടുക്കട്ടെ നമ്മുടെ ചോപ്പച്ചീര. പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ വളപ്പിലല്ലാണ് കൂടുതൽ. ഇവിടെ നമ്മള് ചോപ്പച്ചീരയും പച്ചച്ചീരയും കൂടി ഒരുമിച്ചായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര ഇവിടുന്ന് നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വെളിക്കുട്ടി പോവാ നമുക്ക്. നമ്മളങ്ങനെ ആ വീട്ടിലെത്തിട്ടാ. എന്താ എനിക്ക് തരാം. നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ശേഷമായിട്ടാ ഇന്ന് ഇത്രയൊക്കെ പൊട്ടിച്ചോളൂട്ടോ ഞങ്ങള്. ഉണ്ട് കുറച്ചും കൂടി ഉണ്ട്, ചീരിന്ന് അരിയണ്ട കൂടുതൽ. അത് ഞങ്ങക്ക് ഇപ്പൊ ആവശ്യത്തിന് അരിയപ്പോ. ഇതിപ്പോ നമ്മള് അറിയാം, നമുക്ക് വിളവ് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ, കൂടുതൽ വിളവ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുല്ല് കൊണ്ടേക്കാം. കാരണം പുല്ല് കൊണ്ടേക്കുന്നതിന്റെ ഉദ്ദേശം ഒരെണ്ണൂടി ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മളിത് ആവശ്യക്കാർക്ക് കൊടുക്കും നമ്മുടെ വീട്ടില്. ഒറ്റ സെക്കൻഡിനുള്ളിൽ കഴിയും. ഇന്ന് പിന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു കറിയാട്ടാ. കറിയല്ല, ഫ്രൈ ഫ്രൈ. നല്ല വെയിലാട്ടെ. ഞങ്ങളുടെ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോഴെല്ലാം അറിയാലോ, അത്രയും വെയിൽ വരെ പെട്ടെന്ന് പാടും. അപ്പൊ വേഗം ഇത് ആവശ്യക്കാർക്ക് കൊടുക്കട്ടെ. ചായ കൂടി ഇരുന്നു. അപ്പൊ ഞാനിത് കുറച്ച് ചീരയും അതേപോലെ തന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടൊരു വീടുണ്ട്, ഇവിടുത്തെ അമ്മയുടെക്ക്, അതായത് പഴയ വീട്ടുകാര് ഇവിടെ അച്ഛനമ്മയ്ക്ക് വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു കൂട്ടുണ്ടായിരുന്നാണ് ആ വീട്. നമ്മുടെ പഴയ വീട്ടുകാരായിട്ടാ. അപ്പൊ അവർക്ക് ഇതൊന്ന് കൊണ്ടുകൊടുക്കട്ടെ. തൊട്ടപ്പുറത്തെ വീടാണെങ്കിലും
ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് കുറച്ച് പോകണം. കാരണം ഇപ്പോൾ നമുക്ക് ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകണം അവരവിടേക്ക്. അപ്പോൾ അതായത് നമ്മുടെ തൊട്ടെന്ന് പറഞ്ഞ റോഡ് കഴിഞ്ഞിട്ട് ഒരു തോട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൊട്ടുള്ള വീടെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഗോമൂത്രം ഒഴിക്കാറുണ്ടെന്ന്. അപ്പോൾ 2 വീട്ടിൽ നിന്നായിട്ടാണ് ഞാൻ ഇങ്ങനെ ഗോമൂത്രം കൊണ്ടുവരിക. അപ്പോൾ ഒരെണ്ണം ഈ വീടാണ്. ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴുത്തേക്കും കഴുകിയ വെള്ളം ഒരു കുഴിയിലേക്കാണ് ചടിക്കുക. അപ്പോൾ അതങ്ങനെ മുക്കിയെടുത്ത് നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ ചില്ലി ഗോപിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതാ തീ കത്തിച്ച് ആദ്യം ഞാനിതാ കുറച്ച് വെള്ളം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കതായത് കോളിഫ്ലവർ ഒക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കി നമുക്ക് അല്ല് തിരിച്ചിടാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അല്ല് തിരിക്കാം. ഞാനത് ഇതേപോലെയാണ് അല്ല് തിരിച്ചിരുന്നേട്ടാ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തിടുകയും ചെയ്യാം. നമ്മളിതാ എല്ലാതും ഇതേപോലെ അല്ലുകളായിട്ട് തിരിച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്കിതാ ഒരു ഇത്തിരിയോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതിലിട്ടിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം ഇതിൽ കിടന്നോട്ടെ കേട്ടാ. ഇത് നന്നായിട്ട് കഴുകുമായിരുന്നു. പിന്നെ മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം കേട്ടാ. അതല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാലും മതി. നമ്മളുണ്ടല്ലോ ഇതാ കോളിഫ്ലവർ 3 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയാൽ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടികളൊക്കെ നമ്മളിതാ കോൺഫ്ലവറിൻ്റെ അവിടേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങോട്ട് നീക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേക ഗ്രേവി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 5 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മൈദ വേണമെങ്കിൽ നമുക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടി. ടൊമാറ്റോ സോസാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമ്മളിതാ 3 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറുനാരങ്ങ നീര് അതൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടാതെ നോക്കിയോളൂ, കാരണം കോൺഫ്ലവർ ആയ കാരണം പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കണ്ട ഇതേപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും പൊടിയാണ്. കാരണം നമ്മൾ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പും പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ എന്താ പറയുക ഉപ്പിൻ്റെ അളവ് കൂടും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മുളക് പൊടി കേട്ടോ. അതിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് എരിവൊക്കെയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇടാൻ പറ്റും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇതേപോലെ ഒന്ന് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെള്ളം കൂടരുത്. നമ്മളുണ്ടല്ലോ ഇതേപോലെ കണ്ട ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഈ ഒരു കട്ടി വേണം കേട്ടോ. കൂടുതൽ അഴഞ്ഞ് പോവരുത്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം കേട്ടോ. നമുക്ക് കോളിഫ്ലവറിൻ്റെ എല്ലായിടത്തേക്കും ആവണ പോലെ തന്നെ ഇതാക്കിയെടുത്തോളൂ. ഇതേപോലെ നമ്മൾ നോക്കിയാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി പൊടിയുടെ ഒരു കുറവ്, നമ്മൾ മാവ് പിടിക്കണില്ല കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു തുണ്ട് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടാ. ഇനി ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ നല്ല വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ. 15 മിനിറ്റ് നേരം കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ കത്തിച്ച് നമ്മളിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കടായി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കാരണം നമുക്കിത് മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മളിത് വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. നമുക്ക് അതിലേക്ക് ഇതാ ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, കട്ട പിടിക്കാത്ത രീതിയിൽ. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാം കേട്ടാ. തീയൊന്ന് നമ്മളിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് പതുക്കെ കൂട്ടി കൊടുക്കാം കേട്ടാ. നന്നായിട്ട് തീയിലിട്ട് ആക്കിയെടുക്കാനും പാടില്ല. കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഇതാ നമുക്കറിയാം ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഇണക്കി കൊടുത്തോളൂ കേട്ടാ. മറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എങ്കിലാണ് എല്ലാ സൈഡും ഓരോ പോലെ ഇരുന്നൊരു ആ മുരിച്ചിലൊക്കെ ആയിട്ട് വരുള്ളത് നമുക്ക്. ഇതേപോലെ ഒരു കളർ കേട്ടോ മക്കൾക്ക് നമുക്കറിയാം. ഇപ്പൊ നല്ല നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ഒരു ഒന്നര ഈ സമയത്ത് നമുക്ക് രണ്ട് പാത്രത്തിൽ സാധ്യത നല്ല പോയിട്ട് നല്ല പാകം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഇതാ ലാസ്റ്റത്തെ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ട് വറുത്ത് വെക്കുമ്പോ തന്നെ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നമുക്കിട്ടല്ലോ തീ കത്തിച്ച് ഒരു കടായി അടുപ്പത്ത് കഴിച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്കിതാ ഒരു ഇത്തിരിയോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂണിൻ്റെ അടുപ്പിക്കാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടുക. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കിയ ഒരു ടീസ്പൂൺ കേട്ടാ നമ്മുടെ വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല തീയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല ചൂടിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതാ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പൊ തന്നെ ഇതാ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. പച്ചമുളകിന്റെ എന്താ പറയാ ഒന്ന് വാടി വരിക, അത്രയും വേണ്ടോ, കൂടുതലൊന്നും ആവണ്ട. ഈ പച്ചക്കളറിൽ നിന്നിട്ട് ചെറുതായിട്ടൊരു കളർ മാറ്റം ഇങ്ങനെ വരില്ല. ചെറുതായിട്ടൊന്ന് ഇതാ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇതാ കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി. കറിവേപ്പിലയുടെ നോക്കിയേ കളറൊന്നും നമ്മൾ മാറ്റില്ല കണ്ട. ഒന്നിങ്ങനെ ഒരു മൊരിഞ്ഞ പോലെ തോന്നും നമുക്ക്. കാരണം കളർ മാറില്ല. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ വെളിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടാ. കറിവേപ്പിലേക്ക് എന്താ പറയാ നമ്മൾ കുറച്ചുകൂടി ഭംഗി കൂടുതൽ കിട്ടും. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടവർക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം എല്ലാവരും പൊടിഞ്ഞ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട. ഇത്രയുള്ളൂ കോളിഫ്ലവർ ഫ്രൈ റെഡി. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയേ ഇത് ചിക്കൻ 65 പോലെ തോന്നണില്ലേ? ഇത് കോളിഫ്ലവർ ആയിട്ട് സാധനമാണ്. സോസ് കുട്ടികൾക്കൊക്കെ സോസിൽ മുക്കി കഴിക്കട്ടെ. ടൊമാറ്റോ സോസ് കെച്ചപ്പിലൊക്കെ. പക്ഷേ
ചായ പിന്നെ അങ്ങനെ ആവശ്യമില്ലാത്ത കാരണമാണ് ഞാനത് പച്ചമുളക് എന്തുടാ കഴിക്കുന്നുണ്ട് പച്ചമുളക് കഴിക്കുന്ന രസാ. അപ്പൊ അതല്ല അവരുണ്ടാക്കിയോളാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക്